ഹലോ ബട്ടർഫ്ലൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഫസ്റ്റ് എപ്പിസോഡും സെക്കൻഡ് എപ്പിസോഡും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ്. മൂന്നാമത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് കാണുകയെന്ന് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. എന്നതാ അന്നെ? ഇച്ചായനത് എവിടെ പോകുവാ? ഞാനോ, മഞ്ജുമോള് പ്രഗ്നന്റ് അല്ലേ ഇപ്പോ, അതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് കരുതി. എന്നാ ഇച്ചായൻ പോയിട്ട് വാ. ഗുഡ് മോർണിംഗ് അമ്മച്ചി. ഗുഡ് മോർണിംഗ്. എന്താണ് എഴുന്നേക്കാൻ താമസിച്ചത്? അത് പിന്നെ മനസ്സിലായി, മോള് ചെന്ന് ചായ കുടിക്ക്. ആ അമ്മച്ചി. ഗുഡ് മോർണിംഗ് അമ്മ. മോർണിംഗ് വിക്കി. എന്റെ ചായ എന്തിയാ അമ്മച്ചി? നിന്റെ കെട്ടിയുള്ള അടുക്കളയിലുണ്ട്, അവളോട് പോയി നീ ചോദിക്കുക കേട്ടാ. ഓ ഓക്കെ. ഈ ചായ വീണ്ടും കിടന്നോ? ആ, എന്തരാവട്ടെ. ഈ ചാൻ ഇതുവരെയായിട്ട് എഴുന്നേറ്റില്ലേ? ജിമിച്ചായ എഴുന്നേക്ക മനുഷ്യ. ജിമിച്ച എഴുന്നേറ്റേ. ആ എഴുന്നേറ്റ്. നീ സാരിയില് കൊള്ളാമോ? ആ കൊള്ളാം. ആ താങ്ക് യു. എന്നാ ഞാൻ താഴോട്ട് ചെല്ലട്ടെ. മഞ്ജു ഒന്ന് നിന്നെ. എന്നതാ ചായ? അത് പിന്നെ ഈ ചാൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? മഞ്ജുസേ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ എനിക്ക് തരുമോ? എന്നതാ ചോദിക്കുന്ന വരുന്നതെന്നൊക്കെ എനിക്കറിയാം, ഞാൻ തരത്തില്ല. ഞാൻ പോണ്. നിൽക്കും മഞ്ജുസേ അവിടെ. ഈ ചായ വിട്ടെ, ഞാൻ പോട്ടെ. എന്തുവാ ബേബി, ഞാൻ ഒരെണ്ണമല്ലേ ചോദിച്ചോളൂ, പ്ലീസ്. ഈ ചായ വിട്ടെ, എനിക്ക് 3 മാസം റെസ്റ്റ് വേണ്ടത്, അതുകൊണ്ട് എന്നെ വിട്ടേ മോനെ. അതിന് ഞാനൊരു ഉമ്മയല്ലടി ചോദിച്ചേ, താ. ഉമ്മയിൽ നിന്ന് തുടങ്ങി ലാസ്റ്റ് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തുവാടി, നിന്റെ കരുത്തി മിന്നിയടിയവനല്ലേ ചോദിക്കുന്നേ? എൻ്റെ ഇച്ചായനല്ലേ, പൊന്നല്ലേ, ഒരു 10 മാസം ക്ഷമിക്ക്. അറിയില്ലേ, നമ്മുടെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ കിട്ടണ്ടേ നമുക്ക്. ഓ ശരി. ഇച്ചായ എന്താ? ഒരെണ്ണം തരട്ടെ? എന്ത്? ഉമ്മ. നീ തരുമോ? ഞാൻ തരത്തില്ല, ഇച്ചായ വേണമെങ്കിൽ എടുത്തോ. ഓക്കെ. മോളെ ഇതാ വരുന്നു അമ്മച്ചി. എന്നതാ അമ്മച്ചി എന്നെ വിളിച്ചേ? അല്ല മോളെ, മോളെന്താ സാരിയൊക്കെ എടുത്ത് കൊള്ളാലോ. താങ്ക് യു അമ്മച്ചി. എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല അമ്മച്ചി, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എനിക്ക് സാരി ഉടുക്കണമെന്ന് തോന്നി അങ്ങനെ ഉടുത്തതാ. ഓ പിന്നെ ഇത് കുടിക്ക്. ശരി അമ്മച്ചി. ഗുഡ് മോർണിംഗ് മഞ്ജു. ഗുഡ് മോർണിംഗ്. ആഹാ, സാരിയൊക്കെ കൊടുത്താണല്ലോ. ഇന്ന് എന്താണ് പരിപാടി? എവിടെയും പോകുന്നുണ്ടോ? എനിക്കൊരു പരിപാടിയില്ല, പക്ഷെ നിന്റെ ഇച്ചാനും ജസ്റ്റിക്കും കൂടി ഒരു പരിപാടി ഉണ്ടെന്ന്. അവരെവിടെ പോകുന്നു? മഞ്ജുവിന്റെ വീട്ടില്. ഓ, പറയുമ്പോൾ ഇന്ന് സൺഡേ ആണല്ലേ, ഞാനതങ്ങ് മറന്നു. നീ പലതും മറക്കും, പക്ഷെ നിന്റെ അത്രയും അറിവ് എനിക്കില്ല. ഞാൻ എന്താടാ മറന്നേ? നീ മറന്നില്ലേ ഓഫീസിലെ ഇമ്പോർട്ടന്റ് മീറ്റിംഗ്? എന്ന്? ഇന്നലെ അതിന് മീറ്റിംഗ് ഇല്ലായിരുന്നല്ലോ. ആര് പറഞ്ഞു? ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. നിനക്ക് ഞാൻ മെസ്സേജ് ഇട്ടതാ, പക്ഷെ നീ 2 മണി കഴിഞ്ഞിട്ട് വന്നില്ല. അവസാനം ഞാനത് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. ജിമ്മി, ദൈവമേ, എന്റെ കാര്യത്തിന് തീരുമാനമായി. ഇവനെ കൊണ്ട്. അമ്മച്ചി വിട്ടേക്കവനെ. ആ ഇതൊക്കെ ആരൊക്കെയാ? വാ കയറി വാ. സുഖമാണോ ജസ്റ്റി മോനെ?
അപ്പൂപ്പൻ കട വരെ പോയേക്കുവാടാ. അല്ല ജിമിനി, നീ എന്താ അവിടെ നിൽക്കുന്നേ? കയറി വാടാ. ആ അല്ല, എന്റെ മോളെവിടെ? അവള് വീട്ടിലുണ്ട്. സാധാരണ അവളല്ലേ ഇങ്ങോട്ട് വരുന്നേ? അത് പിന്നെ ആന്റി, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ? മഞ്ജു പ്രഗ്നന്റ് ആണ്. എന്താ? ശരിക്കും? എത്ര മാസമായി? മാസമൊന്നും ആയില്ല ആന്റി. പിന്നെ അത് പിന്നെ ഒരാഴ്ച ആയതേ ഉള്ളൂ. എന്റെ മോളെ എന്താടാ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നേ? കൊണ്ടുവന്നിട്ട് വേണം നിങ്ങൾക്ക് അവളെ ഇവിടെ പിടിച്ചു നിർത്താൻ. എനിക്ക് മതിൽ ചാടി വരാനൊന്നും വയ്യ. മോനെ ജിമ്മി. ആ എന്താ ആന്റി? മോൻ ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? ആ ആന്റി, ഞാൻ കേട്ടായിരുന്നു. അവള് വരുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു. ഓ, പിന്നെ മോനെ ചായ എടുക്കട്ടെ ഞാൻ? വേണ്ട, ഞാൻ കുടിച്ചിട്ടാ വന്നേ. അല്ല, ജസ്റ്റ് മോൻ ഇവിടെ നിക്കോ? ആ, അത് കൊള്ളാലോ. മോനെ ജിമിനെ. ആ എന്താ അങ്കിൾ? അത് നാളെ കുഞ്ഞാറ്റെ ഇങ്ങ് കൊണ്ടുവരാൻ പറ്റുമോ? അത് പിന്നെ ഒന്ന് കാണാനാ മോനെ. ആ അങ്കിൾ, കൊണ്ടുവരാം ഞാൻ. ജസ്റ്റ് ഇല്ലാത്തോണ്ടൊരു സുഖമല്ലേ? സത്യം. അവനൊരാഴ്ച കഴിയുമ്പോ വരുമല്ലോ. അല്ല, ജിമ്മി എപ്പോഴാ വന്നേ? അവനൊരു 7:30 ആയപ്പോൾ എത്തി. ആ, എന്നിട്ട് അവൻ എവിടെ പോയി? റൂമിലോട്ട് കയറിപ്പോയി. ഓ, വിക്കിയും മീനും അവർ രണ്ടുപേരും പോയി. മീനു മഞ്ജുമോളുടെ അടുത്ത്, പിന്നെ വിക്കി ജിമ്മിയുടെ അടുത്താ. ഓ, ജസ്റ്റ് എന്താ ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞേ? ആർക്കറിയാം? അവനില്ലാത്തൊരു സുഖമല്ല അല്ലേ? അത് ശരിയാ. എപ്പോഴും മീനു ആൻറ്റി മീനു ആൻറ്റി എന്ന് വിളിച്ച് ഓടി വരുന്ന ചെറുക്കനാ. പണ്ട് മുതലേ അവന് നിന്നെയാണല്ലോ ഇഷ്ടം. അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനല്ലേ? ഓ, നിന്റെ ഉദ്ദേശം എന്താ? എന്തുദ്ദേശം? ഞാനിവിടെ ഒന്നിനു വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവന്റെ രണ്ടാമത്തെ. ഓ, അതിനൊക്കെ ഒരു കഴിവ് വേണം ബ്രോ. ഓ തന്നെ. അല്ല, നാളെ മഞ്ജൂസ് വീട്ടിൽ പോകുകയല്ലേ? അതിന് മതിൽ ചാടാൻ പോകുന്നില്ലേ? ഇതെങ്ങനെ നീ അറിഞ്ഞു? 3 വർഷങ്ങൾക്ക് മുമ്പ് നീയും മഞ്ജു സെറ്റായ സമയത്ത് നീ അവളെ വീട്ടിന്റെ മതിൽ ചാടിയതും അത് മാത്രല്ല, അവിടെ വെച്ചല്ലേ നിന്നെ അവളെയും വീട്ടുകാർ പൊക്കിയത്. അതന്നല്ലേ? എന്നാലും നിങ്ങൾക്ക് 4 വർഷം പ്രണയിക്കാനുള്ള അവസരം കിട്ടിയില്ലേ? ഓ, അത് ശരിയാ. ജസ്റ്റ് പ്രഗ്നന്റ് ആയ സമയത്ത് മഞ്ജു വീട് വരെ പോയി രാത്രിയായിട്ട് അവളെ കാണാതെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അത് ഹലോ ബേബി. എന്നാ ചായ? നീ എന്താ വീട്ടിലോട്ടൊന്നും വരുന്നില്ലേ? അത് ഞാൻ വരുന്നില്ല. അതെന്താ? അത് പിന്നെ ചായ, എന്നാടാ കാര്യം പറ. അത് പിന്നെ അച്ഛൻ പറഞ്ഞ് വീട്ടിലോട്ട് പോകണ്ടെന്ന്. ഏ, അപ്പച്ചൻ്റെ അടുത്ത് അനുവാദം വാങ്ങിച്ചെന്ന്. എന്നിട്ട് എന്നെ ഇവിടെ പിടിച്ചു നിർത്തി. അപ്പൊ എന്നോട് ചോദിക്കണ്ടേ? ഹലോ മോനെ ജിമിനെ. ആ അങ്കിൾ പറഞ്ഞോളൂ. മോനെ കുഞ്ഞാറ്റ ഇവിടെ നിക്കട്ടെ അല്ലേ? മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അങ്കിൾ, അവളോട് നിക്കട്ടെ. ശരി മോനെ. ചിമ്മിച്ചാനെ കാണാൻ തോന്നുന്നു. ഇവിടെ ഉണ്ടായിരുന്ന കൊച്ചു കള്ളി കിട്ടി അവളെ. ബേബി. നിങ്ങളിത് എപ്പോഴാ വന്നേ? നിങ്ങൾ മതിൽ ചാടിയാണോ വന്നേ മനുഷ്യ? അതെല്ലോ, ഞാൻ മതിൽ ചാടിയാണ് വന്നത്. എന്റെ ബേബിയെ കാണാൻ മാത്രം ഞാൻ മതിൽ ചാടി. ഓ, പിന്നെയും ചാടിയല്ലേ മതില്? അതെ, ചാടി. എനിക്ക് നിന്നെ കാണണ്ടേ? പിന്നെ നിന്റെ അച്ഛൻ ഇവിടെ പിടിച്ച് നിർത്തിയെന്നും പറഞ്ഞുകൊണ്ട്. ഏത് വഴിയാ വന്നേ ഇപ്പോ? അതോ, ഞാൻ മതിൽ ചാടിയ ശേഷം ബേക്ക് ഒരു ഡോർ തുറന്ന് കയറി ഇങ്ങ് പോന്നു. ബേക്കിലത്തെ കഥ പൂട്ടിയില്ലായിരുന്നോ? എനിക്കങ്ങനെ അറിയാം, ഞാൻ തുറന്നുകൊണ്ട് തന്നെ വന്നു. അതൊക്കെ നീ വിട്. ഇച്ഛനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഇങ്ങോട്ട് വന്നേ. ഒന്നും പറയാനുമില്ല, കേൾക്കാനില്ല. ഇച്ചാനൊന്നും പോയി തരുമോ? അയ്യടാ, പോകാനാ? ഞാനാ? എനിക്കൊന്നും വയ്യ. ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ കാണാൻ മതിലും ചാടി വന്നിട്ട് അവള് പറയാൻ പോകാനെന്ന് മനസാക്ഷിയില്ലാത്ത ഭാര്യ. ശരിയാ, എനിക്ക് മനസ്സാക്ഷി തീരെയില്ല. എൻ്റെ പൊന്ന് ഭർത്താവ് ഒന്ന് പോയി തരുമോ? ഇന്ന് നടക്കത്തില്ല. വേണേ നാളെ രാവിലെ ഞാൻ പോകാം. രാവിലെ പോകുമല്ലോ. ആ പോകാം. ശരി. എന്നെ നോക്കിക്കൊണ്ട് കിടക്കാതെ ഉറങ്ങും മനുഷ്യ. ഓ ശരി മാഡം. അന്നും ഇന്നും എന്നും നിന്റെ ഈ സ്വഭാവത്തിന് ഒരു വ്യത്യാസമില്ല ജിമിനെ. പോടാ 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 എഴുന്നേറ്റ്. ഓ ഞാൻ പോണല്ലേ. ഇച്ചാൻ എന്താ ഉറങ്ങിയില്ലേ? ഇല്ല. എന്തോ പറ്റി കിടക്കാതിരുന്നേ? ബേബി, എന്നാ ചായ? എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരും പ്ലീസ്. അതിനെന്നാ, ഞാൻ പാടിത്തരാമല്ലോ. ഇച്ചാൻ ഏത് പാട്ടാ വേണ്ടതെന്ന് മാത്രം പറ. അന്ന് നീ കോളേജ് വെച്ച് പാടിയില്ലേ, ആ പാട്ട് പാട്. ഏത് പാട്ട്? മറ്റേ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, ആ പാട്ട് പാടി. ഓക്കെ, പാടാം.
അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ ബട്ടർഫ്ലൈസ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. പിന്നെ സൗണ്ടിൻ്റെ ഒക്കെ പ്രശ്നമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.